മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി.കെ. ജയലക്ഷ്മി കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നു. ഷൊർണൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയലക്ഷ്മിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നത് വളരെ മോശം അനുഭവങ്ങളാണെന്ന് ജയലക്ഷ്മി ആരോപിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചിത്രം വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറിയായി പങ്കുവച്ചതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി അധിക്ഷേപിച്ചെന്ന് അവർ പറഞ്ഞു. തന്റെ കുടുംബത്തെ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും ഇതിൽ മനംനൊന്താണ് പാർട്ടി വിട്ടതെന്നും ജയലക്ഷ്മി വ്യക്തമാക്കി. ഇ.കെ. നയനാരും വി.എസ്. അച്യുതാനന്ദനും ഉണ്ടായിരുന്ന കാലത്ത് ശക്തമായ രാഷ്ട്രീയ മത്സരമുണ്ടായിരുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസിലെ പൊട്ടിത്തെറികളുടെ തുടക്കം മാത്രമാണിതെന്നും പ്രബലരായ രാഷ്ട്രീയ കക്ഷികൾക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്ത് ഏത് ദിശയിലാണ് വളർന്നിരിക്കുന്നത്. മലയാള ഹൃദയത്തിന്റെ ഒരു തട്ടകത്തിൽ അവർക്ക് എന്താണെന്ന് മൂല്യവർദ്ധനവുണ്ടായിരിക്കുന്നതെന്ന് കേരളം ആകെ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ടാവും. ഒരു പിണറായി വിജയനും അറിയില്ല, ഒരു വി.ഡി. സതീശനും അറിയില്ല, ഒരു രാജീവ് ചന്ദ്രശേഖരനും അറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. അതെന്ത് തന്നെയായാലും നമ്മൾ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. പക്ഷേ എന്ത് സംഭവിക്കുന്നുവോ ജനങ്ങൾക്ക് അപജയം സംഭവിക്കുന്ന തരത്തിൽ കരാള ഹസ്തങ്ങളിലേക്ക് ഇതങ്ങനെ അങ്ങൊരു കേക്ക് വാക്കിലൂടെ ചെന്നങ്ങ് അമരാൻ പാടില്ല. അവർക്കൊരു കഷ്ണം കേക്ക് നൽകുമ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്കായി അതിനകത്ത് ഒരു മുള്ള് വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത്ര സുഗമമായിട്ട് അത് കൊണ്ടുപോകാൻ സാധിക്കണം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ എൻ.ഡി.എയുടെ ഭാഗമാകുമെന്നും സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് അവകാശപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ ജയലക്ഷ്മിയുടെ പാർട്ടി മാറ്റം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.